ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് പുതുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മറന്ന ആളുകൾക്ക് ഇപ്പോൾ അവരുടെ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ നമുക്കിത് പുതുക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് ഇത് പുതുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ആദ്യം ഗൂഗിളിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേരള എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഇവിടെ ഇതുപോലെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ പുതുക്കൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ പുതുക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പുതുക്കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൻ്റെ താഴത്തേക്ക് വരും, അതായത് ഈ പേജിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ പ്രത്യേക പുതുക്കൽ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ലിങ്കിൽ ഇനി ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു പുതിയൊരു പേജ് ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ പേജിൽ കുറച്ച് ഡീറ്റെയിൽസ് അവർ ചോദിച്ചിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ നമ്മുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ പറ്റും. ഇനി ഓൺലൈനായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള അക്ഷയയിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ രജിസ്ട്രേഷൻ്റെ കാർഡുമായിട്ട് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ചെന്ന് അധികം വൈകാതെ തന്നെ ഇത് നിങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കേണ്ടതാണ്. സ്പെഷ്യൽ റിന്യൂവൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിപ്പോൾ റിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ പുതുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഏപ്രിൽ 30-നുള്ളിൽ നിങ്ങൾ ഇത് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ കാര്യം പല ആൾക്കാർക്കും ഇത് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ഇത് അറിയാത്ത ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. മറ്റൊരു യൂസ്ഫുൾ ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.